ഒരു പ്രധാനപ്പെട്ട രഹസ്യം പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശിയുടെ കൈകൊണ്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തകർന്നു വീണത്. വീണയുടെ കള്ളത്തരങ്ങൾ കേരളം മനസ്സിലാക്കുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ പിണറായി വിജയന്റെ മാഫിയ സംഘങ്ങൾ എന്നാണ് ഇപ്പോൾ വ്യക്തമായി വരുന്നത്. അതായത് വീണ ജോർജിനെയും CPM തന്നെ പറ്റിച്ചിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനു മുൻപ് തന്നെ കണ്ണൂരിൽ വെച്ച് നടന്ന നാടകത്തിൽ വീണയെ നായികയാക്കിയത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശശി തന്നെയാണ്. KSUവിൻ്റെ പ്രതിഷേധത്തിൽ തന്നെ ആക്രമിച്ചു എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നിരിക്കെ അതാരുടെ പണിയാണെന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് വ്യക്തമാകുന്നത്. കുട്ടികൾ തന്നെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് പറയേണ്ടി വന്നതാണ് വീണ ജോർജ് എന്ന നേതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അധപ്പതനമായി മാറിയിരിക്കുന്നത്. പിണറായി വിജയന്റെ വിശ്വസ്തയായി മാറുകയായിരുന്ന വീണയെ തകർത്തു കളയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ ഇനി അവർ ആ പാർട്ടിയിൽ നിൽക്കില്ല എന്നുറപ്പിക്കുകയാണ്. പെരുങ്കള്ളി എന്ന പേരു ചാർത്തിക്കൊടുത്ത് എന്നേക്കുമായി രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലാതാക്കാൻ കണ്ണൂർ ലോബി ചെയ്ത പണിയാണ് ഇപ്പോൾ വീണ ജോർജിന് വലിയ പാരയായിരിക്കുന്നത്. KK ശൈലജയെ തോൽപ്പിക്കാൻ കൊണ്ടുപോയി രണ്ടിടത്ത് നിർത്തി വെട്ടിമാറ്റിയ അതേ ശൈലിയാണ് വീണയുടെ കാര്യത്തിലും സ്വീകരിച്ചത്. ഒരായുധം പോയിട്ടൊരു പേന പോലും കയ്യിലില്ലാതെ വെറും കരിങ്കൊടി കൊണ്ട് മാത്രം പ്രതിഷേധിച്ച KSU കുട്ടികളെ വലിയ ഗുണ്ടകളാക്കി ചിത്രീകരിക്കുകയും അവരെ ജയിലിൽ കിടത്തുകയും ചെയ്തത് തന്നെയാണ് വീണയുടെ ആറന്മുളയിൽ കിട്ടിയ ഏറ്റവും വലിയ തോൽവിയുടെ കാരണം. ആരോഗ്യവകുപ്പിൻ്റെ ഭരണം മുഴുവൻ CPM നേതൃത്വത്തിൻ്റെ കയ്യിലായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരു ഫോൺ കോൾ പോലും കൊടുക്കാതെ, പരസ്യമായി ഒന്നും പറയാൻ പോലും സമ്മതിക്കാതെ കണ്ണൂർ ലോബിയാണ് ഇതുവരെ വീണ ജോർജിനെ നിയന്ത്രിച്ചതും ഇപ്പോൾ തകർത്ത് കളഞ്ഞത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന രഹസ്യം. തന്നെ KSUക്കാർ ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവരുടെ ഗൺമാനെ കൊണ്ട് മൊഴി മാറ്റിപ്പറയിപ്പിച്ചത് പി ശശിയായിരുന്നു. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിച്ചത് ശശിയാണെന്നിരിക്കെ അയാൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒരു പോലീസുകാരനും കഴിയില്ല. അങ്ങനെയാണ് ആ നാടകം കളിപ്പിച്ചത്. ആയുധം കൊണ്ട് ആക്രമിച്ചാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അടങ്ങിയിരിക്കാൻ വീണയ്ക്കും കഴിയില്ല. അവർ അഭിനയം തുടങ്ങി. പക്ഷെ നന്നായി അഭിനയിച്ചുവെങ്കിലും അവസാനം രാത്രിക്ക് രാത്രി ആരോടും പറയാതെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് പോലും വാങ്ങാതെ സ്ഥലം വിടേണ്ടി വന്നത് ഏറ്റവും വലിയ നാണക്കേടായി. അവരുടെ ആത്മാഭിമാനം മുഴുവൻ ചോർത്തുന്നതായിരുന്നു ആ സംഭവം. അങ്ങനെ തന്നെ വല്ലാതെ ഉപദ്രവിക്കാൻ കണ്ണൂരിലെ CPM ലോബി തുടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ പാരമ്യത്തിലാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്ന് അവരും അവരുടെ ഭർത്താവും പാർട്ടിയെ അറിയിച്ചത്. പക്ഷെ നിർത്തി തോൽപ്പിക്കാനായിരുന്നു പിണറായി സംഘത്തിൻ്റെ തീരുമാനം. പിണറായിയുടെ വിശ്വസ്തയായി മാറിയ തെക്കൻ നേതാവിനെ അങ്ങനെ ഇനി രാഷ്ട്രീയത്തിൽ ഇരിക്കാൻ പി ശശി വിടില്ല. അതറിഞ്ഞു തന്നെയാണ് ആറന്മുളയിൽ വീണയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ആദ്യം പത്മകുമാറും പിന്നീട് ഓമല്ലൂർ ശങ്കരൻകുട്ടിയും പിന്മാറിയത്. പാർട്ടി, അതായത് പിണറായി സംഘം തന്നെ തോൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഞങ്ങൾക്കെന്തു ചെയ്യാൻ കഴിയുമെന്നായിരുന്നു CPM പ്രാദേശിക നേതാക്കളുടെ ആത്മരോധനം. അങ്ങനെ CPMലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുൻപിൽ നിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ വ്യക്തമായി വരും. അങ്ങനെ വന്നാൽ വീണ ജോർജ് ആ പാർട്ടിയിൽ തുടരില്ല എന്നുറപ്പാണ്. പാർട്ടിക്ക് വേണ്ടി കെട്ടിയാടിയ വേഷങ്ങൾ അത് തട്ടിപ്പ് വേഷങ്ങളാണെന്നറിയാമെങ്കിലും അതിങ്ങനെ സമൂഹത്തിൽ ഒരു പെരുങ്കള്ളിയാക്കി മാറ്റും എന്നുള്ളത് അവർ വിചാരിച്ചിരുന്നില്ല. അവസാനം അതും സമ്പാദിച്ച് വീണ ജോർജ് പടിയിറങ്ങുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. CPMൻ്റെ ഇത്രയും വലിയ തകർച്ചയ്ക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. അതിൽ വീണ ജോർജ് തകർന്നവരിൽ ഒരാൾ മാത്രമാണ്.